പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 22-ാം അധ്യായമാണ്. ജോസിയ രാജാവ്. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. ബോസ്കാത്തിലെ ആദായയുടെ മകൾ യദീദ ആയിരുന്നു അവന്റെ അമ്മ. അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചില്ല. തന്റെ 18-ാം ഭരണവർഷം മെഷുല്ലാമിന്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു: കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക. അവൻ അത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം. അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ, ശില്പികൾ, കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ. അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട. നിയമഗ്രന്ഥം കണ്ടെത്തുന്നു. കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവൻ അത് വാങ്ങി വായിച്ചു. കാര്യസ്ഥൻ ഷാഫാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിന്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ അഹിക്കാം, മിക്കായായുടെ പുത്രൻ അക്ബോർ, കാര്യസ്ഥൻ ഷാഫാൻ, രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു: എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ, അഹീക്കാം, അക്ബോർ, ഷാഫാൻ, അസായ എന്നിവർ ഹാർഹാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനും ആയ ഷല്ലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു. അവൾ ജെറുസലേമിന്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവൾ പറഞ്ഞു: കർത്താവ് അരുൾ ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരുൾ ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് അയച്ചവരോട് പറയുക. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും എതിരെ അവർ ശൂന്യതയും ശാപവും ആകുമെന്ന് ഞാൻ അരുൾ ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി
എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും, നീ സമാധാനപൂർവം കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു.